ഇന്ത്യൻ വിദേശ നയത്തിന്റെ വളർന്നുവരുന്ന സ്വാധീനവും ബഹുദ്രവ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വ്യക്തമാക്കിക്കൊണ്ട് 2026 ലഭിക്കുന്ന ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം ആഗോള സ്ഥിരതയ്ക്കും ഗ്ലോബൽ സൗത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി ഇന്ത്യ ഉപയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ റഷ്യൻ അംബാസിഡർ DB വെങ്കടേഷ് വർമ്മ. സോച്ചിയിൽ നടന്ന വാൽഡായ് ഡിക്സഷൻ ക്ലബിന്റെ വാർഷിക യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യ ഒരു വലിയ ഉത്തരവാദിത്തം വഹിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സംവിധാനത്തിൽ കൂടുതൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുക, ഊർജ ഭക്ഷ്യ സുരക്ഷ വർദ്ധിപ്പിക്കുക, ഗ്ലോബൽ സൗത്തിനും യുവജനങ്ങൾക്കും വേണ്ടി വികസന സാധ്യതകൾ മെച്ചപ്പെടുത്തുക എന്നിവയായിരിക്കും ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ബഹുദ്രവ ലോകം ശക്തി സമവാക്യങ്ങളെ പുനഃക്രമീകരിക്കുന്നതിലൂടെ കാലഹരണപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങളിലും സ്ഥാപനങ്ങളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് വെങ്കടേഷ് വർമ്മ അഭിപ്രായപ്പെട്ടു. ഇത് ആഗോള ഭരണത്തിൽ വിപുലമായ പങ്കാളിത്തവും സുതാര്യതയും ഉറപ്പാക്കും. ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ കൂട്ടായ്മകളുടെ വളർച്ച ഈ ബഹുദ്രവ സമീപനത്തിന്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്. വർമ്മയുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ മാറുന്ന യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് ഘടനകളിൽ അധിഷ്ഠിതമായ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദീർഘകാലമായി നിലനിൽക്കുന്ന UN സുരക്ഷാ സമിതി പരിഷ്കരണത്തിനായുള്ള ആവശ്യം ഇതിന് ഉദാഹരണമാണ് താനും. എങ്കിലും ബഹുദ്രവ ലോകത്തിന്റെ ഭൗമരാഷ്ട്രീയ മാനങ്ങൾ വെല്ലുവിളികളല്ലാത്തവയല്ല. യുക്രൈൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടും അസമമായ ബാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്നും 50% ശിക്ഷാപരമായ തിരിവ് നേരിടേണ്ടി വരുമ്പോൾ ചൈനയെ പോലെയുള്ള ലോകരാജ്യങ്ങൾ സമാന തിരിവുകൾ ബാധിക്കാത്തത് വ്യക്തമായി ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം വിമർശിച്ച് എത്തുകയാണ്. ഈ നിലപാടുകൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ നീതി നിഷേധം വെളിപ്പെടുത്തുന്നു. പുതിയ ലോകക്രമത്തിന്റെ പ്രധാന ശക്തികൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ബഹുദ്രവ ലോകത്തിന്റെ വിജയം. ചൈനയെക്കുറിച്ച് സംസാരിക്കവേ വർമ്മ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ ശക്തികൾ കൈക്കൊണ്ട ആധിപത്യ സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായി ചൈന അതിന്റെ ശക്തിയും സ്വാധീനവും ആധിപത്യം തേടുന്നതിന് പകരം വിശാലമായ ആഗോള നന്മയ്ക്കും വേണ്ടിയും പ്രയോജനങ്ങൾ പങ്കുവെക്കുന്നതിലും ഉപയോഗിച്ചാൽ അത് ഒരു നല്ല വഴിയാണ്. എന്നാൽ ഏതൊരു ഉയർന്നു വരുന്ന ശക്തിയും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ അതിനെ ശക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ നിലപാടും ഇത് തന്നെയായിരിക്കും എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും വർമ്മ കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ചതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ ഒരു ആഗോള ഭരണത്തിനായി ഇന്ത്യയുടെ നേതൃത്വം നിർണായകമാകും എന്ന വ്യക്തമായ സന്ദേശമാണ് മുൻ അംബാസിഡർ ഇവിടെ തരുന്നത്. ബ്രിക്സും SCOയും ചേർന്ന് ആഗോള രാഷ്ട്രീയത്തിൽ വ്യക്തമായ സ്ഥാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ അടിവേരിളക്കിക്കൊണ്ട് ഇന്ത്യയും റഷ്യയും ചൈനയും മറ്റ് സഖ്യകക്ഷികളും കൈകോർക്കുന്ന ഗ്ലോബൽ സൗത്തിന്റെ ഈ വളർച്ച അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.